ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 11/2025 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡോക്ടർ DS കോത്താരി. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇത് ആരുടെ അഭിപ്രായമാണ്? മെറ്റോണിക്കോ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുരുളി ചേകോൻ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുരുളി ചേകോൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏതു ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ കൊല്ലം. അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത് കൊല്ലം. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ആൻസർ 7:30 PM. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഇവയെല്ലാം ശരിയായ പ്രസ്താവന. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റ് കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ്. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ആൻസർ 61-ാം ഭേദഗതിയിലൂടെയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമതീര കനാൽ ഏത്? ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂതല ഛായാഗ്രഹണമാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകമാണ് പശ്ചിമ അസ്വസ്ഥത. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 3ഉം ശരിയാണ്. താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. താരതമ്യേന വീതി കുറവ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ചുവടെ പറയുന്നവർ സാമൂഹ്യ പരിഷ്കർത്താവായ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ചുവടെ പറയുന്നവർ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് എന്ന് വെച്ചാൽ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രദർശനം നടത്തിയെന്നാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടത് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1-ന്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്നത് ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ജനാർദ്ദൻ ദംഗൻ. താഴെ പറയുന്നതും ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. അപ്പോൾ ബന്ധപ്പെട്ടവ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുകയും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുകയെന്ന് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടവയാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. 2027 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ് ആണ്. താഴെ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയനാണ്. താഴെ പറയുന്ന ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇതെല്ലാം തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 3ഉമാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ചില വകുപ്പുകൾ അവയുടെ വിവരണം നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്ന് വെച്ചാൽ വകുപ്പ് 17.
ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം എന്ന് പറയുന്നത് വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്ന വകുപ്പ് 21A. ഇന്ത്യ ഭരണഘടനയെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്ന വകുപ്പ് 32. ഇന്ത്യ ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത് എന്ന് ചോദിച്ചാൽ മാൻഡമസ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യ ഭരണഘടനയെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിൽ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് പറയുന്നത് കല്ലട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുൾ റഹ്മാൻ. ചട്ടമ്പി സാമൂഹ്യ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28-ന്. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. വി രാമസ്വാമി നായക സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കം. താഴെ പറയുന്നവരെ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളിയാണ് കെ എം പണിക്കർ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുകയാണ്. എ കെ ഗോപാലനാണ് വരുന്നത്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ്. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. ഗാന്ധിജി അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. ഫതഹ് അൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായവ 1 2 കവി കാസിം മുഹമ്മദ് എഴുതി സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര. ദർസ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലനാണ്. ബാരിസ്റ്റർ ജി പി പിള്ളയുടെ താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ജി പി പിള്ള? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ഷൺമുഖം ചെട്ടിയാണ്. അപ്പോൾ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടുന്നത് പനമ്പള്ളി ഗോവിന്ദ മേനോന്, ഇക്കണ്ട വാര്യർ, എസ് നീലകണ്ഠ അയ്യർ, ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ ഇവയൊക്കെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടുന്നവയാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാസി സംസ്ഥാനത്തിനോട് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്ന ഏതാണ്? അഗസ്തീശ്വരം. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. താഴെ പറയുന്ന ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയാണ്. അപ്പോൾ ജീവിതശൈലി രോഗം പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം. നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കഴ്സൺ. താഴെ പറയുന്ന വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമായത് പെരിയാർ. മനുഷ്യരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ. ഏതിനും ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിൽ. കേരള കാർഷിക സർവകലാശാല വികസിച്ചെടുത്ത പാവൽ ഇനമാണ് പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിരുന്ന തുകയാണ് എത്രയാണ്? 5 ലക്ഷം. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. തന്നിരിക്കുന്ന 1 2 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. 1 2. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിന് ചെയ്യുന്ന പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി.